ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചുണ്ടൽക്കടല വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വട തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് അളവിൽ ചുണ്ടൽക്കടലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വേവിക്കാനായിട്ട് കുതിർത്തെടുക്കുന്നത് പോലെ 8 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല, പകരം നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു സവാളയാണ്. ചെറിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു സവാള 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകുമാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ജീരകവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലമാവാണ്. ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം. ഞാൻ 2 സ്പൂൺ അളവിൽ കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു വട നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പിരിഞ്ഞു പോകാതിരിക്കും. അതിലേക്ക് വേണ്ടിയിട്ടാണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി അളവിൽ മല്ലിയില കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ചെറിയ തരികളോട് കൂടിയിട്ട് വേണമെന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ കടല നമുക്ക് കുറേശ്ശെയായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് ഉരുളയാക്കി എടുക്കാം. അതിനുശേഷം ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി ഒന്ന് എടുക്കാം. നമ്മൾ ഷേപ്പ് ആക്കുന്ന സമയത്ത് പരിപ്പ് വടയ്ക്കൊക്കെ ഷേപ്പ് ആക്കുന്ന പോലെ ഒരുപാടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ അത്യാവശ്യം നല്ലതുപോലെ ചൂടായിട്ട് വേണം നമ്മൾ വടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു മാവൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, എന്നാൽ ഉള്ളിൽ ഒട്ടും തന്നെ വേഗാതെയും വരും. ഇനി നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മൾ പരിപ്പോടെയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ അതുപോലെ ഒരു കളറിൽ പുറം ഭാഗമൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ചുണ്ടൽക്കടല വച്ചിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.